മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വലിയ സമ്മർദ്ദം വരുമ്പോൾ മനുഷ്യൻ 3 രീതിയിലാണ് പ്രതികരിക്കുക: ഫ്ലൈറ്റ്, ഫ്രീസ് ആൻഡ് ഫൈറ്റ്. ഫ്ലൈറ്റ് എന്നാൽ പേടിച്ചോടുക അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഫ്രീസോ ഒന്നും ചെയ്യാൻ കഴിയാതെ മരവിച്ചു നിൽക്കുക. ആൻഡ് ഫൈറ്റ് ആ സാഹചര്യത്തെ ബുദ്ധിപൂർവ്വം നേരിടുക. ഒരു ഓഫീസർക്ക് വേണ്ടത് ശാന്തമായ ഈ ഫൈറ്റ് മോഡാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ ചില എളുപ്പ വഴികളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്ന് കരുതുക. ഉദാഹരണത്തിന്, യാത്രക്കിടയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ഫ്യൂസ് പോകുന്നു. ആ സമയത്ത് നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിരീക്ഷിക്കുക. അയ്യോ, നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് പരിഭ്രമിക്കുകയാണോ? അല്ലെങ്കിൽ അമ്മേ നമുക്ക് ശരിയാക്കാം, നമുക്ക് ആദ്യം മെക്കാനിക്കിനെ ഒന്ന് വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ടോർച്ച് എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓഫീസർ ക്വാളിറ്റീസ് നമുക്ക് കണ്ടെത്താനാകും. അഥവാ നിങ്ങളുടെ കുട്ടി പാനിക് ആകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇത് നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. 3ാമത്തെ കാര്യം ശാരീരിക ക്ഷമതയാണ്. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ നല്ല ഉയരമുള്ള ആളാണ്, ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അവന് ഡിഫൻസിൽ സെലക്ഷൻ കിട്ടാതിരിക്കില്ല എന്ന് കരുതുന്ന പല മാതാപിതാക്കളുമുണ്ട്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. സൈന്യത്തിന് വേണ്ടത് ഒരു ബോഡി ബിൽഡറെ അല്ല, മറിച്ച് ഒരു കോമ്പാറ്റ് വാരിയറെയാണ്. അതായത് NDA സെലക്ഷനിൽ അവർ നോക്കുന്നത് ശരീരത്തിന് എത്രത്തോളം ഗ്രിറ്റ് ഉണ്ടെന്നാണ്, മസിലുകളല്ല. എൻഡ്യൂറൻസ് ആണ് പ്രധാനം. ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നത് ഒരു നിയന്ത്രിത സാഹചര്യത്തിലാണ്. അവിടെ എയർ കണ്ടീഷൻ ഉണ്ടാകും, കൃത്യമായ ഭക്ഷണക്രമം ഉണ്ടാകാം. എന്നാൽ സൈനിക പരിശീലനം അങ്ങനെയല്ല. കഠിനമായ വെയിലത്ത്, ചതുപ്പിൽ അല്ലെങ്കിൽ മരം കൊച്ചുന്ന തണുപ്പിൽ കിലോമീറ്ററുകളോളം ഭാരവും ചുമന്ന് ഓടേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ എൻഡ്യൂറൻസ് എന്ന് വിളിക്കുന്നത്.